സർ ഇപ്പോൾ യെസ് ആഫ്റ്റർ എ ലോങ് ടൈം. സാറിന് അറിയാലോ എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ട്യൂമൾട്ടസ് ടൈം ആയിരുന്നു. ഫൈൻ അതിപ്പോൾ അത് എല്ലാവരെയും കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷെ ഒരു എക്സൈറ്റിംഗ് ടൈമാണ് ഇലക്ഷനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിൽ വന്നൊരു വൻ വിജയം കഴിഞ്ഞിട്ട് ലൈക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ തോന്നുന്നത് ലൈക്ക് ജയ് ഭവാനി, ജയ് ശിവാജി അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ശരിക്കും ആ മഹാരാഷ്ട്രൻസിനെ തന്നെ നമ്മൾ കാരണം 2 പവാർ, 2 സേനാസ്, ഇത് BJP വേഴ്സസ് കോൺഗ്രസ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഇത്ര ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത് റെക്കോർഡ് ബ്രേക്കിംഗ് റിസൾട്ട്സ് അല്ലേ സർ ഇലക്ഷൻ? റെക്കോർഡ് ബ്രേക്കിംഗ് റിസൾട്ട്സ് ആണ്. ബട്ട് ഈ റിസൾട്ട് നോക്കൂ, ഇറ്റ് ഈസ് ഒരു റിപ്പീറ്റ് മാൻഡേറ്റ്. സ്റ്റാറ്റസ് കോ നിലനിർത്താനുള്ള വോട്ടാണ്. ആ സ്റ്റാറ്റസ് കോയിൽ സംശയം വേണ്ട. അത് അണീക്കുവൊക്കലായിട്ട് ഒരാളിനെ, ഒരു ഗ്രൂപ്പിനെ അങ്ങ് ഏൽപ്പിച്ചു. ശിവസേനയിൽ ആരാണ് യഥാർത്ഥ ശിവസേന? NCPയിൽ ആരാണ് യഥാർത്ഥ NCP? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ യഥാർത്ഥ ശിവസേന ഷിൻഡെയുടെ ആണ് എന്ന് പറയാമായിരുന്നു. അത്ര ബലമായിട്ട് പറയാൻ പറ്റില്ല. യഥാർത്ഥ NCP ശരത് പവാറിൻ്റെ ആണെന്ന് വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ പറയാൻ. കോടതി ഷിൻഡെയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന, ഈ അവരുടെ ചിഹ്നവും അവർക്ക് കൊടുക്കണം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. NCP അജിത് പവാർ വിഭാഗത്തിന് അതുപോലെ തന്നെ ലീഗലി ദേ വൺ, ബട്ട് വെദർ ദേ വൺ മോറലി ആ ഒരു ചോദ്യമുണ്ട്. ജനങ്ങളുടെ സ്റ്റാമ്പുണ്ടോ? ഇല്ല എന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത്. ഉണ്ടെങ്കിൽ തന്നെ അതത്ര സ്ട്രോങ് അല്ല. ഇത്തവണ ജനങ്ങളത് ക്ലീനായിട്ട് പറഞ്ഞു. ലുക്ക്, ഷിൻഡെയാണ് ശിവസേന, അജിത് പവാറാണ് NCP, BJP ആണ് ലീഡിംഗ് പാർട്ടി മഹാരാഷ്ട്രയിൽ. ലുക്ക് അറ്റ് BJP. ഈവൻ ഷിൻഡെയ്ക്ക് പോലും ഒരു പരിഭവം തോന്നും BJPയോട്. കാര്യം ബിഗ്ഗസ്റ്റ് പാർട്ടിയായിട്ട് BJP മാറി. ഒരിക്കൽ പാർട്ട്നേഴ്സായിരുന്ന ആ സിറ്റുവേഷൻ മാറിയിട്ട് ശിവസേന ജൂനിയർ പാർട്ട്ണറായി. ഇനി ശിവസേനയുടെ പിളർന്നു പോയ ഉദ്ധവ് താക്കറെ ഉണ്ടല്ലോ, അയാളെ കൂടെ ചേർത്താൽ പോലും ഇങ്ങനത്തെ BJPയെ ചലഞ്ച് ചെയ്യാൻ സാധ്യമല്ല. ഇനി ശരത് പവാറും അജിത് പവാറും ഷിൻഡെയും ചേർന്നു എന്ന് വയ്ക്കുക, അപ്പോഴും BJPയെ ചലഞ്ച് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ അതിൽ അപ്പോൾ ഈവൻ ഷിൻഡെയ്ക്ക് ഒരു ഖേദമുണ്ടാകും. ഇവരുടെ കൂടെ ഞാൻ പോയി, ഞാൻ മുഖ്യമന്ത്രിയായി, ബട്ട് ഞാനിപ്പോഴും രണ്ടാമനാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കാൻ ഇവരെല്ലാം കൂടെ ഡൽഹിയിൽ പോയത് എന്തുകൊണ്ടാണ്? ദർ ഈസ് എ ക്ലെയിം ബൈ ഏകനാഥ് ഷിൻഡെ ദാറ്റ് ലെറ്റ് മീ ബി ദ ചീഫ് മിനിസ്റ്റർ ഫോർ അനദർ 2.5 years, അറ്റ്ലീസ്റ്റ് 2 years. അത് ജെന്യുവൻ ആണ് ആ ക്ലെയിം കേട്ടോ. കാരണം ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്ര പൊളിറ്റിക്സ് മാറ്റി മറിച്ചത്. അപ്പോൾ ഹി ഡിസേർവ്സ് ഇറ്റ്. ബട്ട് സീറ്റിൻ്റെ എണ്ണം നോക്കൂ, സീറ്റിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഒരു 50 സീറ്റ് കൂടുതൽ BJPക്കുണ്ട്. അപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി വരണ്ടേ? മാത്രമല്ല BJP താങ്ക്ഫുള്ളി ഒരു നന്ദി കാണിച്ചുകൊണ്ട് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ദേവേന്ദ്ര ഫഡ്നവിസ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, വിത്തൗട്ട് ഓവർടേക്കിംഗ് ഹിം. ഒരല്പം ഡെപ്യൂട്ടി CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റല്ല. ഭരണഘടനയിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ സാധനമില്ല, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഇല്ല. ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കൊടുക്കുന്ന പേരുകളാണിതെല്ലാം. അല്ലാതെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് പറ്റില്ല. ഒന്നുകിൽ മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ, ഒന്നുകിൽ മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ. ഇതിനിടയ്ക്കൊരു സാധനമില്ല. സത്യപ്രതിജ്ഞയിലില്ല, ഭരണഘടനയിലുമില്ല. ബട്ട് യു ഹാവ് ടു പാമ്പർ ദ ഈഗോ. വലിയ പൊളിറ്റീഷ്യനാണ്, അപ്പോൾ അതിൽ ആര് വേണമെന്ന് പറയുമ്പോൾ സമ്മൺ ഹാസ് ടു ഒരല്പം ഡെപ്യൂട്ടി എന്ന് പറഞ്ഞ് ഇരിക്കുക. ഇതാണ് ഈ സംഭവം. ഫൈനലി ഇറ്റ് മേ സോ ഹാപ്പൻ ഒരിക്കൽ കൂടെ BJP ഗ്രേസ്ഫുള്ളി ശരി ഏകനാഥിൻ്റെ 2 വർഷം കൂടെ ഇരിക്കട്ടെ എന്ന് ചെയ്തു എന്ന് വരും. ഗ്രേസ്ഫുള്ളി അങ്ങനെ ചെയ്താൽ ഞാൻ BJP കുറ്റം പറയില്ല. അതൊരു ഗ്രേസ് ആണ്. ശരി, ഏറ്റവും കൂടുതൽ സീറ്റ് എനിക്കാണ്, ബട്ട് നീ കണ്ടിന്യൂ ചെയ്തു അനദർ 2 years.
ഇത് പറയുമ്പോഴാണ് സാർ എനിക്ക് ഒരു ഓർമ്മ വരുന്നത്, ലൈക്ക് അതുപോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് അവർ നിതീഷിൻ്റെ കൂടെയും ചെയ്തിട്ട്, ഇഫ് യു സി അലൈസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലെ ഒരു സ്ട്രെങ്ത്ത്, അതായത് കോൺഗ്രസിൻ്റെ കൂടെ പോകുന്ന അലൈസ് എല്ലാം സിങ്ക് ചെയ്യാണ്. വേറസ് BJPയുടെ കൂടെ പോയ അലൈസിന് നിലനിൽപ്പ് സർവൈവൽ ആയി കഴിഞ്ഞു. അത് BJP എൻഷുർ ചെയ്യും. BJP അതിൽ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത് ശിരോമണി അകാലിദളാണ്. ആ കർഷക സമരത്തിൻ്റെ സമയത്ത് ഇന്ന് വരെ ചെയ്യണം 1984 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ തുടങ്ങിയ കൂട്ടുകെട്ടാണ് BJPയും ശിരോമണി അകാലിദളും. അതവർ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു ഫോർ ഈ കർഷക സമരം പറഞ്ഞിട്ട്. ഓഫ് കോഴ്സ് അവർ പറയുന്നത് പഞ്ചാബിൽ ഞങ്ങളാണ് പോപ്പുലറായി, അതായി. ശരി, ഇത് അലയൻസ് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പഞ്ചാബിൽ പോപ്പുലറായോ? ആയില്ല. ഇപ്പോൾ അലയൻസും ഇല്ല, പഞ്ചാബും ഇല്ല കയ്യിൽ, ആ അവസ്ഥയിലായി. ബട്ട് BJP ജനറലി അവരുടെ അലയൻസിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. അതേമാതിരി CMസിൽ സാർ ഇപ്പോൾ നമുക്ക് യോഗിജിയെ പോലെയോ ബിശ്വന്ത് ശർമ്മയെ പോലെയോ ഇപ്പോൾ നമുക്ക് ദേവേന്ദ്ര ഫഡ്നവിസിനെ കൂട്ടാൻ വളർന്നു വന്നു തുടങ്ങിയോ? ഇല്ല. ഇല്ല. യോഗിയുടെ സ്റ്റേച്ചറിലേക്കൊന്നും ദേവേന്ദ്ര ഫഡ്നവിസ് വളർന്നിട്ടില്ല. വളരുന്ന ലക്ഷണം പോലും ദേവേന്ദ്ര ഫഡ്നവിസിൽ കണ്ടു തുടങ്ങിയിട്ടില്ല. ഓ, കാരണം വലിയൊരു ക്രെഡിറ്റ് ഇതിൽ ദേവേന്ദ്ര ഫഡ്നവിസിന് അവർ മീൻസ് ജനറൽ അനാലിസിസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ദേവേന്ദ്ര ഫഡ്നവിസ് ഈസ് ഗോയിങ് ടു ബി ദി ചീഫ് മിനിസ്റ്റർ. ഫോർ വിന്നിങ് ആൻ എലക്ഷൻ യു നീഡ് 2 things. ഒന്ന്, ഒരു നേതാവ് വേണം. 2, ഒരു നരേറ്റീവ് വേണം. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു നേതാവായിട്ട് ഇൻഡയറക്റ്റ്ലി ഫഡ്നവിസിനെ ഇവർ പൊക്കി കാണിച്ചു. കറക്റ്റാണ് സാർ പറയുന്നത്. ഒരു ഷാഡോ CM ആയിട്ട് നിന്നതിൻ്റെയാണ് ഇപ്പോഴത്തെ പൊസിഷനിങ്. അപ്പോൾ ആക്ച്വൽ CM ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ വിലയിരുത്തൽ. ജനങ്ങൾക്ക് ഒരു നാഥനുണ്ട്, അത് മോസ്റ്റ് പ്രോബബ്ലി ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. ഒരു ചെറിയ ചാൻസ് ഷിൻഡേക്കുമുണ്ട്. ബട്ട് ദർ ഈസ് ഗോയിങ് ടു ബി ആൻ ഓണർ ഓഫ് ദിസ് ഗവൺമെൻറ്. ആൻഡ് ലുക്ക് അറ്റ് ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ നരേറ്റീവ് ഉണ്ടായിരുന്നു, പക്ഷേ നേതാവില്ല. കറക്റ്റ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെതിരെ നിൽക്കാവുന്ന തലപ്പൊക്കമുള്ളൊരു നേതാവ് ഇല്ലാതെ പോയി. ചമ്പൈ സോറൻ വന്നെങ്കിലും സമയം വളരെ കുറവായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. പ്ലസ് ഒരു വഞ്ചനയുടെ ഒരു ഫീലിംഗ് അതുണ്ടാവും, പക്ഷേ അത് ഓവർകം ചെയ്യാൻ പറ്റും. വാസ്തവത്തിൽ ചമ്പൈ സോറന് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ പറ്റും, അതിനുള്ള സമയം കിട്ടിയില്ല. അതാണ് പറ്റിയത്. അവിടെ നരേറ്റീവ് കറക്റ്റായിരുന്നു, ബട്ട് ഈ ഇമോഷണൽ പ്ലേയിൽ നിങ്ങൾക്ക് ഒരു നേതാവിനെ കാണിക്കാനുണ്ടാവണം. അതിപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവമായിട്ട് ഒരു 10-20 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഒരു നേതാവ് വേണം, ഒരു നരേറ്റീവ് വേണം. അതില്ലാതെ പോയി എന്നുള്ളതാണ് ജാർഖണ്ഡിൽ തോറ്റുപോകാനുള്ള കാര്യം. മാത്രമല്ല, യു ടേക്ക് ദ ഓവറോൾ പിക്ചർ, എല്ലായിടത്തും സ്റ്റാറ്റസ് കോ നിലനിർത്തി ജനം. ഇരിക്കുന്നവരിക്കട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട. മഹാരാഷ്ട്രയിൽ നോക്കൂ, നാന്ദേഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നാന്ദേഡിലെ MP മരിച്ചുപോയിരുന്നു, കോൺഗ്രസ് MP ആണ്. ഇദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക്. അതിൽ കോൺഗ്രസ് ജയിച്ചു. 1475 വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. ബട്ട് നാന്ദേഡ് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. 6ഉം BJP ശിവസേന ജയിച്ചു. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത്ര കൃത്യമായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നു. MP ആയിട്ട് കോൺഗ്രസ്സുകാരനല്ലേ, ശരി, അപ്പോൾ പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തേ. ഇവിടെ ഇവരല്ലേ, ഇവർ തന്നെ. കാരണം ഇവർക്ക് അവർ നേരത്തെ ഭരിച്ചിരുന്നു എന്നുള്ളതല്ല, മൊത്തം മഹാരാഷ്ട്ര അവർക്ക് തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. നേരത്തെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അല്ല, കൃത്യമായി ഫുൾ എടുത്തൊപ്പ് എന്ന് പറഞ്ഞിട്ട് ഓവർവെൽമിംഗ്ലി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതങ്ങനെ. പക്ഷേ സർ, ചില സീറ്റ്സ് ഉണ്ടല്ലോ BJPക്ക് കിട്ടിയതിൽ 35 years മുമ്പ് തൊട്ട് അവർക്ക് കിട്ടാത്ത സീറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിലത്തെ ഈ 9 ബൈപോൾസിലൊക്കെ നമ്മൾക്ക് 7 സീറ്റ്സ് BJP. ഈ യോഗിയെ സംബന്ധിച്ചോളം ഇറ്റ് വാസ് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് പോലെയായി. കാരണം ലോക്സഭയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോദിയെയും യോഗിയെയും ചേർത്ത് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു.
യോഗി ഒരു ലിസ്റ്റ് കൊടുത്തു 25 പേരുടെ, ആ ലിസ്റ്റ് അപ്രൂവ് ചെയ്തില്ല, അത് അപ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സ്വർഗ്ഗരാജ്യമായി പോയനെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പെർസെപ്ഷൻ ഉണ്ടായി. ഫാക്റ്റ് ഒരു പക്ഷേ ഉണ്ടാവില്ല. അപ്പോൾ യോഗിയും മോദിയും കൂടെ തീരുമാനിച്ചു ഈ പെർസെപ്ഷൻ ഈസ് ടു ബി ബ്രോക്കൺ. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ 9 സീറ്റുകളിലും ആര് മത്സരിക്കണം, ആര് ക്യാമ്പയിൻ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് യോഗി തീരുമാനിക്കട്ടെ. അപ്പോൾ എന്തായി, യോഗിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂവായി. ഇനി അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ യോഗി വിൽ ബി സ്ക്വയർലി റെസ്പോൺസിബിൾ. യോഗി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. 7 സീറ്റ്, 6 സീറ്റ് ബി ജെ പിക്ക്, ഒരെണ്ണം അലൈക്കും ചേർത്ത് NDAക്ക് 7 സീറ്റ്, 2 സീറ്റിൽ സമാജ്വാദി പാർട്ടി ഒതുങ്ങി. ഇതാണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത്. അതേസമയം അഡീഷണൽ ആയിട്ട് മഹാരാഷ്ട്രയിൽ ക്യാമ്പയിൻ നടത്താൻ യോഗി വന്നു. ഈ ഉത്തർപ്രദേശിൽ ഈ ബഹളം നടക്കുമ്പോൾ ഇടയ്ക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ക്യാമ്പയിൻ നടന്നു. മഹാരാഷ്ട്രയിലെ സ്റ്റാർ ക്യാമ്പയിനർ വാസ് യോഗി, നോട്ട് മോദി. മോദി റാലി നടത്തി, അമിത്ഷാ റാലി നടത്തി, ബട്ട് മെയിൻ റാലീസ് എല്ലാം നടത്തിയത് യോഗിയാണ്. I was just coming to that. एक रहेंगे तो नेक रहेंगे, बटेंगे तो कटेंगे. അപ്പോൾ മോദി, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഗിജി തന്നെയല്ലേ എന്താ പറയുക ആ റാലിയിങ് സ്ലോഗൻ തന്നത്? അതെ അതെ അതെ. വാസ്തവത്തിൽ അതൊരു സ്ലോഗനായിട്ട് അദ്ദേഹം ഇറക്കിയതല്ല. യു റിമെമ്പർ ഹിസ് സ്പീച്ച്. ഉത്തർപ്രദേശിൽ ഒരു പബ്ലിക് സ്പീച്ച്, ഇലക്ഷൻ സ്പീച്ച് ഒന്നുമില്ല, ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത് ബംഗ്ലാദേശിനെ പറ്റി റെഫർ ചെയ്യുമ്പോഴാണ് യോഗി ഇത് പറഞ്ഞത്. ബട്ടേങ്കെ തോ കട്ടേങ്കെ, ഒന്നിച്ച് നിന്നില്ലെങ്കിൽ വെട്ടിക്കൊല്ലപ്പെടും. ഏക് രഹെങ്കെ തോ നേക് രഹെങ്കെ, ഒന്നായാൽ നന്നായി. ഇതാണ് മോദി മഹാരാഷ്ട്രയുടെ കോണ്ടെക്സ്റ്റിൽ, ബംഗ്ലാദേശ് വിട്ടിട്ട് മഹാരാഷ്ട്ര കോണ്ടെക്സ്റ്റിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഏക് രഹെങ്കെ തോ സേഫ് രഹെങ്കെ. അപ്പോൾ കുറച്ചുകൂടെ, കാരണം ഈ മഹാരാഷ്ട്ര ഒരു മൾട്ടി ലിംഗ്വൽ സംസ്ഥാനമാണ്. മുംബൈ അടക്കം, മുംബൈ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. അത് കൂടാതെ ഒരുപാട് സിറ്റീസ്, നാഗ്പൂർ, പുണെ, അത് ഇതൊക്കെ. അപ്പോൾ ഈ നേക്ക് എന്നുള്ള വാക്കിന് പകരം സേഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മലയാളമാണ്, തമിഴാണ്, ഇംഗ്ലീഷാണ്, ഹിന്ദിയാണ്, ഒക്കെയാണ് സേഫ്. നമ്മളൊക്കെ എത്ര കാഷ്വലായിട്ടാണ് മലയാളത്തിൽ അങ്ങനെ ചെയ്താൽ അത് സേഫായിട്ട് നിൽക്കാം. സേഫ് ഏകദേശം മലയാളം വാക്കായി. ഇതുപോലെ ഹിന്ദിയിലും സേഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നു. അപ്പോൾ അങ്ങനെ ഏക് രഹെങ്കെ തോ സേഫ് രഹെങ്കെ എന്നുള്ള മുദ്രാവാക്യം. ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ദേവേന്ദ്ര ഫഡ്നവിസ് കൊണ്ടുപോയി. അപ്പോൾ ഹി സെഡ് ഇവിടെ വോട്ട് ജിഹാദ് നടത്തുന്നുണ്ട് ഒരു ടീം, അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ധർമ്മയുദ്ധമായി കണക്കാക്കിയിട്ട് നമ്മളും ഒരുമിച്ച് ഇതൊക്കെ ബാക്ക് ടു ഏക് ഹേ തോ സേഫ് ഹേ. ദാറ്റ് ഈസ് ഓൺലി ഈ അത് ഏക് രഹെങ്കെ തോ സേഫ് രഹെങ്കയുടെ എക്സ്പ്ലനേഷനാണ് ഫഡ്നവിസ് നടത്തിയത് മുഴുവൻ. ബേസിക് സാധനം ഏക് രഹെങ്കെ തോ സേഫ് രഹെങ്കെ. പക്ഷേ റെക്കോർഡ് ബ്രേക്കിംഗ് വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടി, 5% സംതിങ്. ദാറ്റ് ഈസ് വാട്ട് ദേ ഡിഡ്. അവർക്ക് അവരുടെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ സാധിച്ചു. 30 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് 61.15 ആയിരുന്നു ഞാൻ ലാസ്റ്റ് നോക്കിയത്. മേ ബി അത് 62 അല്ലെങ്കിൽ 63 വരെ പോയി എന്ന് വരാം ഫൈനൽ ഫിഗേഴ്സ്. ബട്ട് അതൊരു റെക്കോർഡ് പോളിംഗ് ആണ് ആഫ്റ്റർ 30 years. അതിന് മുമ്പ് പോളിംഗ് ഇതുപോലെ കൂടിയിട്ടുണ്ട്, ബട്ട് 30 വർഷത്തിന് ശേഷം അത് ഒരു പ്രത്യേക കഴിവാണ്, ഇത്രയും ആൾക്കാരെ ബൂത്തിലെത്തിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓവർവെൽമിംഗായിട്ട് അവർക്ക് ഈ വിജയം സാധിച്ചത്. ഇവിടെയും നോക്കും, ജാർഖണ്ഡിൽ നോക്കും, പോളിംഗ് പെർസെൻറ്റേജ് ഇസ് വെരി ഹൈ, 67% പോയി. ആൻഡ് ഇറ്റ് വെൻറ്റ് ഇൻ ഫേവർ ഓഫ് ദിസ് ഹേമന്ത് സോറൻ. കാരണം ഈ ഇപ്പോൾ പണ്ടൊക്കെ പെട്ടെന്ന് വോട്ട് ശതമാനം കൂടിക്കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് ഇരിക്കുന്ന ഗവൺമെൻറ്റിനെ ഇറക്കി വിടാൻ തീരുമാനിച്ചു ജനം. അത് കട്ടായം ആണെന്ന് പറയും എല്ലാവരും. അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അതല്ല, പ്രോ ഇൻകംബൻസി വേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോ ഇൻകംബൻസി ഇരിക്കുന്ന സർക്കാരിനെ ഇറക്കി വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഓടി വോട്ട് ചെയ്യുക. അവിടെ സപ്പോർട്ട് ദിസ് ഗവൺമെൻറ്. അവിടെ ഈ ലാഡ്കി ബഹൻ
ആൻഡ് മയ്യ സമ്മാൻ എന്ന് പറഞ്ഞിട്ട് ലേഡീസിന് ഒരു എമൗണ്ട് കൊടുക്കുന്ന ഒരു സ്കീം വന്നിട്ടുണ്ട്. ഘട്ടാഘട്ടിൽ അവർ പറഞ്ഞു ഇതിൽ 2,500 കൊടുക്കുന്നത് 2,500 ആക്കി തരാമെന്ന്. പക്ഷെ ഘട്ടാഘട്ട് കാരണം അവരെ ആരും വിശ്വസിച്ചില്ല. അല്ല, ഈ ബേസിക്കലി എൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു സഹതാപം ഹേമന്ത് സോറിന് കിട്ടി. കാര്യം എന്താണെന്നറിയാമോ? അരവിന്ദ് കെജ്രിവാൾ ചോദിക്കാതെ തന്നെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. ഇങ്ങർക്ക് ചോദിച്ചിട്ടും കൊടുത്തില്ല. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വന്നത്. അസ്യൂം ദാറ്റ് ഹി ഈസ് ഇന്നസെൻറ്റ്. നമ്മളുടെ പ്രിസംഷൻ, ലീഗൽ പ്രിസംഷൻ അങ്ങനെയാണല്ലോ. അൺലെസ് ദ കോർട്ട് ഡിസൈഡ്സ് ഹി ഈസ് ഇന്നസെൻറ്റ്. കോടതി വിധി വരുന്നത് വരെ ഒരു മനുഷ്യനെ ഇന്നസെൻ്റ് ആയിട്ട് പരിഗണിക്കണം. ഹേമന്ത് സോറിനെ ഇന്നസെൻ്റ് ആണെന്ന് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ലോവർ കോർട്ടിൽ, ജില്ലാ കോർട്ടിൽ, ഹൈക്കോർട്ടിൽ, സുപ്രീം കോർട്ടിൽ വന്നിട്ട് ആ മനുഷ്യൻ ജാമ്യം കൊടുത്തില്ല. ഹീ ഈസ് ഓൾസോ പൊളിറ്റീഷ്യൻ. ഇൻഫാക്റ്റ് ഡൽഹിയേക്കാൾ വലിയ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിക്ക് ചോദിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നു, എന്നാ പിടിച്ചോ ജാമ്യം. ഹി ഡിഡൻറ്റ് ആസ്ക് ഫോർ ബെയിൽ. എന്നിട്ട് സുപ്രീം കോടതി കൊടുത്തു. ഇങ്ങർക്ക് കൊടുത്തില്ല. അന്ന് തന്നെ നമ്മളൊരു വീഡിയോയിൽ, എനിക്ക് ലക്ഷ്മി ഇല്ലായിരുന്നു തോന്നുന്നു, ഞാൻ ഒറ്റയ്ക്ക്, അന്ന് തന്നെ ഞാൻ ഈ ഗ്ലെയറിങ് ഡിസ്പാരിറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നു. പബ്ലിക്കിൻ്റെ പെർസെപ്ഷൻ ഉണ്ടല്ലോ, എന്താ ഈ മനുഷ്യൻ ജാമ്യം കൊടുക്കാത്തത്? അങ്ങേര് 100 കോടി രൂപ വെട്ടിപ്പിനാണ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചത്. ഇങ്ങേര് 6.8 ഏക്കർ വസ്തു കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ടാണ്. ഈ വസ്തു കൈക്കലാക്കി സാധാരണ മനുഷ്യൻ നോക്കുമ്പോഴല്ല, ശരി വസ്തു കൈക്കലാക്കിയെങ്കിൽ ആ വസ്തു തിരിച്ചു പിടിച്ചാൽ പോരെ. ജാമ്യം കൊടുക്കാതെ ജയിലിലിട്ട് ഉപദ്രവിക്കുന്നതിനാ സർ? പ്രോപ്പർട്ടി സർ, അപ്പോൾ ഏക് രഹേങ്കെ സേഫ് രഹേങ്കെ തന്നെ ട്രൈബൽസ് ഒരുമിച്ച് നിന്നാൽ സേഫ് ആയിരിക്കും എന്നുള്ളൊരു അത് വർക്ക് ചെയ്ത് മാത്രമല്ല, ജാർഖണ്ഡിൽ നിങ്ങളുടെ നേതാവാരായിരുന്നു? നേതാവില്ല. നരേറ്റീവ് ഉണ്ട്, ബട്ട് നേതാവില്ലാതെ പോയി. അതുകൂടാതെ ഈ ജയറാം മഹത്തോ, അയാളുടെ ഇമ്പോർട്ടൻസ് BJP കണക്കിലെടുത്തില്ല. അയാളുമായിട്ട് അലയൻസ് ഇടയ്ക്കൊന്ന് ആലോചിച്ചതാണ്, ഒരു റൗണ്ട് സംസാരിച്ചതാണ്. ബട്ട് പിന്നെ അയാൾ ഡ്രോപ്പ് ചെയ്തോ, BJP ഡ്രോപ്പ് ചെയ്തോ. അയാളാണ് BJPയെ നിലംപരിശാക്കിയത് ജാർഖണ്ഡിൽ. 17 സീറ്റിൽ 3800 മുതൽ 48,000 വരെ വോട്ട് അയാൾ പിടിച്ചു. ഒറ്റ സീറ്റ് അയാൾ ജയിച്ചില്ല, ബട്ട് ഇത്രയും വോട്ട് പിടിച്ചു. ഇത് മുഴുവൻ ഈ AJSU എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ സുദേശ് മാധവ്, അയാളുടെ വോട്ടുകളാണ്, അയാളുടെയും BJPയുടെ വോട്ടുകളാണ് ഇയാൾ പിടിച്ചുകൊണ്ടുപോയത്. വെറുതെ വെള്ളത്തിൽ പോയി ആ വോട്ടുകൾ. ഇതാണ് സംഭവിച്ചത്. ആക്സിസ് മൈ ഇന്ത്യ എടുത്തിരുന്ന അനാലിസിസിൽ അവരും വേറെ ഒരൊറ്റ പോളും കൂടി മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഒരു സാധ്യത ദാറ്റ് ഇവരായിരിക്കും JMM ആയിരിക്കും ജയിക്കുന്നത് എന്നുള്ളത്. അവർ പറഞ്ഞത് ഇതാണ്, BJPയുടെ വോട്ട് പിടിക്കാൻ. ബട്ട് ലുക്ക് അറ്റ് ദ ഓവറോൾ പിക്ചർ. പഞ്ചാബിൽ 4 സ്ഥലത്ത് ബൈ ഇലക്ഷൻ നടന്നു. 3 സ്ഥലത്ത് ആം ആദ്മി പാർട്ടി, 1 സ്ഥലത്ത് കോൺഗ്രസ്. എവിടെ പോയി? ബട്ടേങ്കി തൂക്കട്ടേങ്കി. ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി, ആ RG-കർ ഹോസ്പിറ്റലിലെ സംഭവത്തിന് ശേഷം ഇത്ര ഡിഫെൻസീവായിട്ട് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഷീ ഓഫേർഡ് ടു റിസൈൻ ടു ദ ഡോക്ടേഴ്സ്. ഡോക്ടർമാരുടെ മുമ്പിൽ ആയമ്മ കീഴടങ്ങി. എന്നിട്ടും അവർക്ക് 6 സീറ്റ് ഭയങ്കര ഭൂരിപക്ഷത്തോടെ സ്റ്റാറ്റസ് കോ. കർണാടക 3 സീറ്റിൽ 3 സീറ്റും കോൺഗ്രസ്സിന് സ്റ്റാറ്റസ് കോ. കോൺഗ്രസ് ഭരിക്കുന്ന ഇതിൽ 1-2 സീറ്റും മറ്റവൻ്റെ പിടിച്ചെടുത്തു എന്നൊക്കെ പറയും. ദാറ്റ്സ് നോട്ട് ആൻ ആർഗ്യുമെൻറ്റ്. ഞാൻ പറയുന്നത് പൊതുവെ ഇരിക്കുന്ന ഭരണകക്ഷി തുടരട്ടെ. കേരളത്തിൽ ചേലക്കര CPM-നായിരുന്നു, അത് CPM-നായിരുന്നു. പാലക്കാട് UDF-നായിരുന്നു, UDF തന്നെ. വയനാട് കോൺഗ്രസ്സിനായിരുന്നു, കോൺഗ്രസ്സിന് തന്നെ കഴിയും. എല്ലാവർക്കും കിട്ടാനുള്ളത് ഇത്തിരീശ കൊടുത്തിട്ടുണ്ട്. ഇത്തിരീശ അല്ല, നേരത്തെ ആ കസേരയിൽ ഇരുത്തുന്നാരാ അവൻ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്താ സാർ ഇതിലൊരു ലെസൺ? നമ്മുടെ കേരളത്തിൻ്റെ ഒരു കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സാറും സോഷ്യൽ മീഡിയയിലും ഒക്കെ. കേരളം ഈസ് വെരി സിമ്പിൾ അല്ലേ. 75% പോളിങ്ങിൽ നിന്ന് 70.5%ലേക്ക് താഴുന്നു. ഫിനിഷ്. അതിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം സ്ട്രഗിൾ ചെയ്യുന്നത് BJPയാണ്. ഞാൻ ഇതിനു മുമ്പ്
സി കൃഷ്ണകുമാർ പാലക്കാട് ജയിക്കണം എന്ന ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഡിസ്ക്ലൈമറായിട്ട് തന്നെ പറഞ്ഞിരുന്നു, ബൂത്തിൽ ആൾക്കാരെ എത്തിച്ച് വോട്ട് ചെയ്യണം. ഈ എന്നെപ്പോലെ ഈ അലസന്മാരായ BJP-കാരുണ്ട് വീട്ടിലിങ്ങനെ, ഇപ്പം ഞാൻ പോയില്ലെങ്കിലും ഒന്നും ഇല്ലടാ എന്നൊക്കെ. ഈ ഇത്തരം കക്ഷികളെ പുറത്തിറക്കി ചേട്ടാ ഇപ്പം വന്നേ വോട്ട് ചെയ്തിട്ട് പോ എന്ന് പറയാൻ ആളുണ്ടാവുള്ളൂ. ഇത് പോളിംഗ് ചെയ്തില്ല, അതുകൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത്. ഈ 3 പേരും ചെയ്തില്ല, LDF, UDF, BJP 3 പേരും ചെയ്തില്ല, പോളിംഗ് പെർസെൻറ്റേജ് താഴത്തേക്ക് വന്നു. നമ്പർ 2, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടല്ലോ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അതിൽ BJP-ക്ക് എന്തിനൊരാൾ വോട്ട് ചെയ്യണം? ഈ ചോദ്യത്തിന് BJP ഒരു ഉത്തരം കണ്ടെത്തിയേ മതിയാവുള്ളൂ. എല്ലാ വോട്ടർമാരുടെ ഉള്ളിലും നമ്മൾ പോയി വോട്ട് ചെയ്ത് നോക്കി, ചേട്ടാ എനിക്ക് വോട്ട് ചെയ്യാം, ശരി, ഉള്ളിൽ വൈ ഷുഡ് ഐ വോട്ട് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടാകും. എനിക്കെന്ത് കിട്ടുമെന്ന് പോലുമല്ല, എന്താണ് നിങ്ങളുടെ എലിജിബിലിറ്റി? വൈ ഷുഡ് ഐ വോട്ട് യു? വൈ നോട്ട് ദ അതർ മാൻ? ഈ ചോദ്യങ്ങൾക്കൊക്കെ റെഡിമെയ്ഡ് ആൻസർ ഉണ്ടാവണം. ഇതാരും ചോദിക്കാൻ പോണില്ല. പക്ഷെ അവരൊരു പോയിന്റ് പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ വഖഫിന്റെ ഇങ്ങനെ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകണം. വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു വിത്ത് വഖഫ്? പാലക്കാട് സി കൃഷ്ണകുമാറിന് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. വഖഫിൽ എന്ത് ചെയ്യാൻ പോവാം? യു തിങ്ക് പീപ്പിൾ ആർ ഫൂൾസ്? കൃഷ്ണകുമാർ ഈസ് ഗോയിങ് ടു ചേഞ്ച് വഖഫ്? കോൺഗ്രസിന് ഒരു സ്ക്രൂ കയറ്റിയിട്ട് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങള് വോട്ട് മാറ്റി കുത്തൂല്ലോ എന്നുള്ളൊരു ഒരു പൊസിഷനിങ് എങ്കിലും കിട്ടില്ലായിരുന്നു. You cannot threaten Congress. There is no elections. നിങ്ങൾക്ക് എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഭീഷണിപ്പെടുത്താൻ പറ്റുക ഇലക്ഷൻ ഇല്ലാത്തപ്പോൾ? അല്ല, മുൻപത്തൊക്കെ വന്ന് സ്പീച്ച് കൊടുത്തവരിൽ പറഞ്ഞല്ലോ, നിങ്ങൾ കാണിച്ചു കൊടുക്കണം സ്ഥിരമായി കൊടുത്തിരുന്ന വോട്ട് ഇപ്പോഴും ഏത് കാലത്തേക്കും നിങ്ങളുടെ പേരിൽ മറിഞ്ഞില്ലല്ലോ. എന്നിട്ട് മറിഞ്ഞില്ല. കാരണം എന്തുകൊണ്ട് മറിഞ്ഞില്ല? എന്താ പ്രയോജനം? അത് പറയും. സിംഗിൾ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കുന്ന എന്താ? വഖഫിൽ എന്താ കാര്യം? വഖഫിൽ എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണകുമാറിന്? ഇപ്പോൾ BJP കൊണ്ടുവരുന്ന അമെൻമെൻറ്റ്, ആ അമെൻമെൻറ്റ് ബില്ല് ആയാൽ പോലും മുനമ്പൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ബിക്കോസ് മുനമ്പം ഹാസ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. നിങ്ങൾക്ക് ബാക്ക് ഡേറ്റഡ് ആയിട്ടൊരു ഭേദഗതി പാസ്സാക്കാൻ പറ്റുമോ? അതിന് മുനമ്പത്തെ സ്പർശിച്ചല്ല ഈ ഭേദഗതി ഇരിക്കുന്നത്. ദർ ഇസ് എ പോപ്പുലർ പെർസെപ്ഷൻ, വഖഫ് ഭേദഗതി ആക്ട് പാസ്സായി കഴിഞ്ഞാൽ എല്ലാം സ്വർഗം. ഇല്ല, യു ഹാവ് ടു അബ്രോഗേറ്റ് ദാറ്റ് ആക്ട്. അപ്പോഴേ മുനമ്പം അടക്കം രക്ഷപ്പെടുകയുള്ളൂ. മോദിജിയുടെ സ്പീച്ചിൽ, വിക്ടറി കഴിഞ്ഞിട്ടുള്ള സ്പീച്ചിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വഖഫിന്റെ കാര്യം ഉണ്ടാവാൻ പാടില്ലാത്ത സാധനമായിരുന്നു, കോൺഗ്രസ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിരുന്നു. അത്രയും വരെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എടുക്കുമോ? കൊണ്ടുവന്നത് ആരുമായിക്കോട്ടെ, ഇപ്പോൾ അത് ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു. അത് ഭേദഗതി ചെയ്താൽ പോലും മുനമ്പത്തുകാർക്ക് ആശ്വാസം കിട്ടാൻ പോകുന്നില്ല ഈ ഭേദഗതി കൊണ്ട്. ജനറലി ഒരു റിലീഫ് കിട്ടുമായിരിക്കും, ബട്ട് മുനമ്പം ഈസ് ആൻ ഓൾഡ് ഇഷ്യൂ. നിങ്ങളുടെ ഈ ഭേദഗതി വരുന്നതിന് മുമ്പുള്ള ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൃഷ്ണകുമാറിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരാം. യു കനോട്ട് പ്ലേ ദ മുനമ്പം കാർഡ് ഇൻ പാലക്കാട്. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ എന്താ? ഈ പാലക്കാടിൻ്റെ റിസൾട്ട്, പാലക്കാട് ചേലക്കര 2 നിയോജകമണ്ഡലങ്ങളാണല്ലോ, ഇതിൻ്റെ റിസൾട്ട് is not going to materially affect the ruling dispensation or opposition in Kerala. ഇപ്പോൾ ഈ 2 സീറ്റും കോൺഗ്രസ്സിന് കിട്ടിയെന്ന് വെച്ചു, ചേലക്കരയും കൂടെ കോൺഗ്രസ്സിന് കിട്ടി, എന്ത് സംഭവിക്കും? കോൺഗ്രസ്സിന് നിയമസഭയിൽ 1 സീറ്റ് കൊടുക്കും. പിണറായി വിജയന് 99 ഉള്ളത് 98 ആകും. ഇത്രയേ ഉള്ളൂ. നത്തിങ് ഈസ് ഓൺ സ്റ്റേക്ക്. അപ്പോൾ ആ അവസ്ഥയിൽ ആണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയ എന്തൂസിയാസം ഉണ്ടാകാത്തത്. ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് ദ റൂളിംഗ് ഡിസ്പെൻസേഷൻ. ഭരണം മാറ്റമോ ഭരണ തുടർച്ചയോ ഒന്നും നിശ്ചയിക്കുന്നൊരു തെരഞ്ഞെടുപ്പല്ല, പച്ചവെള്ളം പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ സർ, ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ BJPയെ ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു സെറ്റ് ആൾക്കാരുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലത്തെ പോസ്റ്റും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു ടീം പറയുന്നത് സുരേന്ദ്രൻ്റെ മിസ്റ്റേക്കേ അല്ല എന്നുള്ളത്. എന്താ സാറിൻ്റെ ഒരു അഭിപ്രായം? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സുരേന്ദ്രനെ കുറ്റം പറയാം, ബിക്കോസ് ഹി ഈസ് അറ്റ് ദ ഹെൽം ഓഫ് അഫയേഴ്സ്. BJPയിൽ എന്ത് നടന്നാലും അൾട്ടിമേറ്റ് ഉത്തരവാദി സുരേന്ദ്രനാണ്. ആണല്ലോ, സംസ്ഥാന പ്രസിഡൻ്റാണ്.
ആ അർത്ഥത്തിൽ എന്ത് കുറ്റം വേണമെങ്കിലും ആ മനുഷ്യനെ പറയാം. ഇന്ന് അങ്ങനെ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവർത്തനത്തിൽ പോരായ്മയുണ്ടായി, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോരായ്മയുണ്ടായി, പ്രസംഗത്തിൽ പോരായ്മയുണ്ടായി, സ്ലിപ്പ് കൊടുത്തതിൽ പോരായ്മയുണ്ടായി, ചായ കൊടുത്തതിൽ പോരായ്മയുണ്ടായി, എന്തുണ്ടായി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് ഏൽക്കുന്നു എന്ന് സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു. ഇതങ്ങനെയാണ്, മനസ്സിലായോ? ഈ നാട്ടിൽ ഒരു വെടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നരേന്ദ്രമോദിയെ റെസ്പോൺസിബിൾ ആക്കാം. അൾട്ടിമേറ്റ്ലി ഹി ഈസ് ദ പ്രൈം മിനിസ്റ്റർ. മുഖ്യമന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം. ഹി ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹി ഹാസ് എലഗൻ്റ്ലി ടേക്കൺ. ഒരു വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ഈ തോൽക്കുമ്പോൾ അതിനൊരു ഗ്രേസ് വേണമല്ലോ. തിരഞ്ഞെടുപ്പ് തോറ്റു. അതുകൊണ്ട് സുരേന്ദ്രൻ ഡിഡിൻറ്റ് ബ്രേക്ക് എനി ലൈൻ. വളരെ സൗമ്യമായിട്ട് അതിന് നേരിട്ടു. ശരി, തോറ്റു, ആയിക്കോട്ടെ. അല്ല, വേറൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റ് കഴിഞ്ഞില്ലേ, ഒരു ലേഡി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ എനി സ്പെക്കുലേഷൻ ക്യാൻ ബി ഡൺ. ഇപ്പം ഈ വീഡിയോയിൽ എനിക്ക് പറയാം, ഞാനാണ് പാലക്കാട് മത്സരിച്ചെങ്കിലുണ്ടല്ലോ, ലക്ഷ്മി ഞാൻ കാണിച്ചു തന്നേനെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ല എന്ന് ലക്ഷ്മിക്ക് പറയാൻ പറ്റുമോ? ഇവന്റ് ഈസ് ഓവർ. അതുകൊണ്ട് അത് കഴിയുമ്പോൾ ആർക്കും എന്തും പറയാം. കറക്റ്റ്. സുരേഷ് ഗോപി അല്ലാതെ നമുക്കിപ്പോൾ തൽക്കാലം വേറെ എക്സാമ്പിൾസ് ഓഫ് റിപ്പീറ്റഡ് സക്സസ് വന്നാലേ നമുക്ക് ആ ഒരു പൊതുജനങ്ങൾക്ക് ശരിക്കും ആ ജയത്തിൻ്റെ ഒരു കോൺഫിഡൻസ് വരുള്ളൂ, അല്ലേ? ഈ ഞാൻ പറഞ്ഞില്ല, ഒന്ന് മൊബിലൈസ് യുവർ സ്ട്രെങ്ത്. ഞാൻ ബി ജെ പിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് കാണുന്നത് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ സ്വന്തം ആൾക്കാരെ വോട്ട് ചെയ്യിക്കുക, സ്വന്തം അല്ലാത്ത ആൾക്കാരെ വോട്ട് ചെയ്യിക്കുക. നിങ്ങൾ ബൂത്തിലേക്ക് ഒരാളെ പ്രേരിപ്പിച്ചാൽ, വോട്ടിങ് നടക്കുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് ചേച്ചി വോട്ട് ചെയ്തോ, ഓ ഞാനെങ്ങും പോയില്ല, എനിക്ക് വയ്യ, ഇല്ല ഓട്ടോറിക്ഷയുണ്ട് ചേച്ചി കയറിക്കോ, ഞാൻ നിനക്ക് വോട്ടൊന്നും തരില്ല കേട്ടോ, എനിക്ക് തരണ്ട, ആർക്കും വേണമെങ്കിൽ കൊടുത്തോ അല്ലെങ്കിൽ നോട്ടേക്ക് ചെയ്തോ, ബട്ട് വോട്ട് ചെയ്തു. ഫൈനലി ദിസ് ലേഡി വിൽ ഗോ ആൻഡ് വോട്ട് ബി ജെ പി. കാരണം ഒന്നുമില്ലെങ്കിൽ എന്നെ ആ പാവം ബൂത്ത് വരെ കൊണ്ടുവന്നല്ല, ഇരിക്കട്ടെ ഒരു വോട്ട് അവന്. അയ്യോ എന്തിനാ ബി ജെ പിക്ക് വോട്ട് ചെയ്ത്? ഇതിപ്പം ഉപതെരഞ്ഞെടുപ്പല്ലേ, ഇനിയിപ്പോൾ ബി ജെ പി ജയിച്ചാൽ തന്നെ എന്തുണ്ടാവാനാ, തിന്നുവാ അവർ. ഇങ്ങനെയൊക്കെ ഇതാണ് ഈ വോട്ട്. ഓരോന്നായിട്ട് വോട്ട് ശേഖരിച്ചേ പറ്റൂ, അതിന് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ബി ജെ പി തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ ഒരുപാട് അധ്വാനിക്കും. ആ ദിവസം ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വന്നോളും എന്നുള്ള ധാരണ ഞാൻ ദീർഘകാലത്തെ ഒബ്സർവേഷൻ പറയുകയാണ്. ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് ബൂത്ത് ടു ബൂത്ത് ഡിഫറൻ്റ് ആണ്. ഓരോ ആൾക്കാരുടെ എനർജി, അവരുടെ ഫറ്റീഗ്, ഇതെല്ലാം ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒരു ഫെയിലിയറാണ് ഞാൻ കാണുന്നത്. അതാണ് ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ് കുറയാൻ കാര്യം. സ്വാഭാവികമായിട്ട് ബി ജെ പി കിട്ടിയ വോട്ടും കുറഞ്ഞു, ബി ജെ പി തോറ്റുപോയി. അല്ലാതെ ഈ പറയുന്ന മാതിരി ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പാലക്കാട് ബി ജെ പി തോറ്റതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. നേതൃത്വം അഴിച്ചുപണി ഇറ്റ് ഇസ് പെൻഡിങ് അല്ലേ? സുരേന്ദ്രൻ ഇപ്പോൾ രണ്ടാം തവണയാണ് ഇത്. വൺ ഡേ ഇറ്റ് വിൽ ബി ഡൺ. സുരേന്ദ്രനെ മാറ്റും, അല്ലെങ്കിൽ ഒരു ടേം കൂടെ സുരേന്ദ്രൻ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കും. അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. എന്തിനാണ് ആ ഒരു ബഹളത്തിലേക്ക് പോകുന്നത്? എനിക്ക് അതിലിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ആ കൂട്ടത്തിൽ ചേർന്നില്ല. സുരേന്ദ്രൻ പറഞ്ഞു, ഓ അങ്ങനെ പറഞ്ഞു, അല്ല ശിവരാജൻ ഇങ്ങനെ പറഞ്ഞു, മറ്റേ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞു, ഓക്കെ അവർ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാനും കൂടെ പറയേണ്ട കാര്യമില്ല, ഞാനത് പരിശോധിക്കാം കേട്ടോ. അതൊരു മെച്യൂരിറ്റി വന്ന ഒരു റിപ്ലൈ ആയി. അതെ, ഞാനതാ പറഞ്ഞത്. വെൻ യു ആർ ഡിഫീറ്റഡ് ഇൻ ആൻ ഇലക്ഷൻ യു ഷുഡ് ഹാവ് എ ഗ്രേസ്ഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുക, ജനവിധി അക്സെപ്റ്റ് ചെയ്യുക. ഹിമന്ത ബിശ്വ അവിടെ പറഞ്ഞു, ജാർഖണ്ഡിൽ ജനവിധിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഹീസ് എ സ്റ്റാർ കമ്പയർഡ് ടു സുരേന്ദ്രൻ്റെ സ്റ്റേച്ചറും ഹിമന്തയുടെ സ്റ്റേച്ചറും എത്രയുണ്ട്. ബട്ട് ഹിമന്ത വാസ് സോ ഹംബിൾ. ഹി സെഡ് ഓക്കെ വി അക്സെപ്റ്റ്, വി ആർ ഡിഫീറ്റഡ്, ഫൈൻ, നെക്സ്റ്റ് ഇലക്ഷൻ നോക്കാം, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക. പിന്നെ ഈ പറഞ്ഞ ലൂസ് ടോക്ക് അത് ഇതൊക്കെ ഈ തോറ്റ് കഴിയുമ്പോൾ യുനോ ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. സക്സസ് ഹാവ് സോ മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. അപ്പോൾ ആരും ഉത്തരവാദിത്തം എടുക്കില്ല, അത് ഇവൻ്റെയാണ്, അവൻ്റെയാണ്, മറ്റവൻ്റെയാണ്. സുരേന്ദ്രൻ പറഞ്ഞു എൻ്റെയാണ്, തീർന്നല്ല. ദാറ്റ് ഈസ്
അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കറക്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യട്ടെ അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യുക, അതല്ലാതെ വേറെ സൊല്യൂഷനൊന്നും ഇതിനില്ല. ദർ ഇസ് നോ റീപ്ലേസ്മെൻറ്റ് ഫോർ ഹാർഡ് വർക്ക്. ഇന്ന് വരെ മനുഷ്യൻ ഹാർഡ് വർക്കിന് വേറൊരു ഓൾട്ടർനേറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ വഴി നോക്കാം. അതുവരെ ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. വോട്ട് ചെയ്യാനുള്ളവരെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കണം. അവർ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ, നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണ്ടേ എൻ്റെ ചേട്ടാ, വോട്ട് ചെയ്യും പക്ഷേ എന്ന് പറയുക. ആൻഡ് യു സീ ദ ഡിഫറൻസ്. ദിസ് ഈസ് വാട്ട് ബി ജെ പി ഡിഡ് ഇൻ ത്രിപുര. ഞാനിത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ്. ത്രിപുരയിൽ ഈ ശരിക്കും തക്താ പലട്ട്, അതാണ് സംഭവിച്ചത്. റിജീം ചേഞ്ചാണ്, ബട്ട് ത്രൂ വോട്ടിംഗ്, റോഡിൽ ബഹളം വെച്ചല്ല. അതെങ്ങനെ സാധിച്ചു? ബിക്കോസ് ഓരോരുത്തരെയും 2 വർഷം ഓരോ വീടും ബി ജെ പിക്കാർ കയറി ഇറങ്ങി, കുറഞ്ഞത് 3 തവണ. സീ ദ റിസൾട്ട്. അതിലും വലുതൊന്നുമല്ല കേരളം. റൈറ്റ് സർ. അപ്പോൾ ഐ തിങ്ക് ദർ ഇസ് നോ ബെറ്റർ അഡ്വൈസ്. സാർ പറഞ്ഞ പോലെ നോ ഓൾട്ടർനേറ്റീവ് ടു ഹാർഡ് വർക്ക്. I am nobody to advise them because I will not challenge their wisdom. This is my observation. Thank you. Okay. Thank you very much.